വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പല പല ടെൻഷനായിരുന്നു കേട്ടോ. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഒരു ടെൻഷനുമില്ല. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഇതുപോലെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം കേട്ടോ. ഇതിൽ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്പം ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതിൽ ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. മുക്കി പൊരിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പിന്നീട് മസാല ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അതുകൊണ്ട് ഇത് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാം. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും 3-4 പച്ചമുളകും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ മസാലയിൽ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇതേ ചിക്കൻ ഇപ്പോൾ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മസാലയിലേക്കാണെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള മസാലയാണ് കേട്ടോ, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. ഇത് നന്നായിട്ട് ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ ബാക്കി വന്ന ഈ മസാലയിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ വേറെ ഒഴിക്കുന്നില്ല, ഇതിൽ തന്നെ ആവശ്യത്തിന് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റി വരട്ടെ കേട്ടോ. ഇപ്പം തന്നെ ആ ബിരിയാണിയുടെ സ്മെല്ല് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോഴാണ് ആ ഒരു ഓതൻറ്റിക് ടേസ്റ്റ്, നമുക്ക് ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് കിട്ടും കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പേസ്റ്റ് ഇത് തന്നെ ഇട്ടാൽ മതി, നമുക്ക് ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് മല്ലിച്ചപ്പ്, പിന്നെ 3-4 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരല്പം ഗരം മസാല, ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇടുന്നത്, ഇത് മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. വേറെ നമ്മളിതിൽ ഒരു മസാലയോ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഉപ്പും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. റൈസ് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2 കറുവപ്പട്ടയും 2 ഗ്രാമ്പു, 1 ഏലക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വേറെ ഞാനിതിലേക്ക് ഉള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 കപ്പ് വെള്ളം വെച്ച് ഞാനിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിത് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയതാണ്. ഇപ്പോൾ എയറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഒന്ന് തണുക്കുമ്പോൾ ഇത് ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളതൊക്കെ ഒന്ന് മാറി വന്നോളും. ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇപ്പം നമുക്ക് മസാല ഒന്ന് നോക്കാം. മസാലയും ചിക്കനൊക്കെ നന്നായിട്ട്
മസാലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ്, അടിപൊളിയാണ്, ചുമ്മാ പറയുന്നല്ല. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീണ്ടും